നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. അനുപമവും അനശ്വരവുമായ നിലപാടുകളിലൂടെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന നല്ല ഇടയൻ. മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ അനുശോചിച്ചു. KPCC 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. നാഷണൽ ഹൈവേ 544 ഗതാഗത കുരുക്കഴിക്കുവാൻ 22-ന് കളക്ടർ റൂറൽ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുന്നു. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തട്ടിയെടുക്കുവാൻ തെക്കുംകര പഞ്ചായത്ത് ശ്രമിക്കുന്നതായി ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. അനുപമവും അനശ്വരവുമായ നിലപാടുകളിലൂടെ ലോകചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന മനുഷ്യസ്നേഹിയായ നല്ല ഇടയൻ. കഷ്ടപ്പെടുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും അത്താണിയായി അവരുടെ വിഹുലതകൾക്ക് ചെവി കൊടുത്ത വിശുദ്ധ ഇടയനായി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്മരിക്കപ്പെടും. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഗാസയിലെ ദുരിതബാധിതരായ പിഞ്ചുമക്കൾക്കായി ശബ്ദമുയർത്തിയിരുന്നു. തന്റെ ശാരീരിക അവശതകൾക്കിടയിലും ലോകത്തിലെ സർവശക്തിയുടെയും ദുഷ്ടാഠ്യങ്ങളോട് അദ്ദേഹം നിത്യവും കലഹിച്ചു. ക്യൂബയ്ക്കെതിരെ അമേരിക്ക തുടരുന്ന റഷ്യ യുക്രൈനോട് നടത്തുന്ന അനീതിപരമായ യുദ്ധത്തിനെതിരെ മാർപ്പാപ്പ നിരന്തരം കലഹിച്ചു. തന്റെ മുൻഗാമികൾ ചെയ്ത പലവിധ തെറ്റുകൾക്കും അദ്ദേഹം ലോകത്തോട് മാപ്പിരുന്നു. വർത്തമാനകാലത്തിന് അങ്ങനെ പോലൊരു മഹാവിശുദ്ധനെ അനിവാര്യമായ ഒരു സന്നിഗ്ധഘട്ടത്തിൽ ഈ വിടവാങ്ങൽ മാനവരാശിക്ക് വലിയൊരു നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും ഒപ്പം CTV ന്യൂസിന്റെ ആദരാഞ്ജലികൾ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഫെബ്രുവരി 14 മുതൽ അദ്ദേഹം വത്തിക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 88-കാരനായ മാർപ്പാപ്പയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായി പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യനില മോശമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്ലൂറസി ബാധിച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 19-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266ാമത് പോപ്പായി സ്ഥാനമേറ്റത്. കർദിനാൾ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഈ പേര് ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചിരുന്നത്. ബ്യൂണസ് അയേലിയസ് ഇറ്റലിയിൽ നിന്നും കുടിയേറിയ മരിയ ജോസ് ബെങ്കോളിയോന്റെയും മരിയ സിവോരിയുടെയും 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17-നാണ് ബെർഗോളിയോ ജനിച്ചത്. പോപ്പായി തിരഞ്ഞെടുക്കുന്നതിനു മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിലും ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ K സുധാകരൻ MP അനുശോചിച്ചു. KPCC 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. KPCC എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടിരുന്ന ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. സമാധാനത്തിന്റെ സന്ദേശവാഹകനായിരുന്നു മാർപ്പാപ്പ. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോളതാപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നിലപാടുകൾ തുറന്നു പറഞ്ഞിരുന്നു. വ്യക്തിജീവിതവും വൈദിക ജീവിതവും മനുഷ്യ നന്മയ്ക്കായി മാത്രം ഉഴിഞ്ഞുവെച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന് വലിയ നഷ്ടമാണ്. ലോകത്തിന് മുഴുവൻ വഴികാട്ടിയും വെളിച്ചവുമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി KPCC 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം നടത്തും. 23-ന് ചേരാനിരുന്ന KPCC എക്സിക്യൂട്ടീവ് യോഗം ഉൾപ്പെടെ 3 ദിവസത്തെ എല്ലാ പാർട്ടി പരിപാടികളും മാറ്റിവെച്ചതായും K സുധാകരൻ അറിയിച്ചു. അനുസ്മരണ അനുശോചനക്കുറിപ്പ് TN പ്രതാപൻ KPCC വർക്കിംഗ് പ്രസിഡന്റ്.
പരിസ്ഥിതിയെ, അശരണരെ, ന്യൂനപക്ഷങ്ങളെ, യുദ്ധക്കെടുതികളിൽ പെട്ടുപോയവരെ, അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തിയ പോപ്പായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 2 തവണ അദ്ദേഹത്തെ വത്തിക്കാനിൽ ചെന്നു കാണുവാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു തവണ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങായിരുന്നു. 2019 ഒക്ടോബറിലായിരുന്നു. മറ്റൊന്ന് പാപ്പയുടെ 83ാം ജന്മദിനാഘോഷവേളയിലായിരുന്നു. 2019 ഡിസംബർ 18 സ്നേഹത്തിനു വേണ്ടി നിലകൊണ്ട നല്ലിടയനെ ഒരിക്കൽ കൂടി കണ്ടു. അന്ന് തൃശൂരിനു വേണ്ടി തൃശൂരിന്റെ MP എന്ന നിലയിൽ ഒരു നെറ്റിപ്പട്ടമാണ് സമ്മാനിച്ചത്. അദ്ദേഹത്തിന് അത് വലിയ കൗതുകമാവുകയും വളരെ ഇഷ്ടമാവുകയും ചെയ്തിരുന്നു. മനുഷ്യസ്നേഹത്തിന്റെ നിത്യഹരിത നേതൃത്വമാണ് കാലം ചെയ്തിരിക്കുന്നത്. കലുഷ്യമായ ലോകക്രമത്തെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത പോപ്പ് ഫ്രാൻസിസ് മഹത്തായ ഒരു ചരിത്രം നിർമ്മിച്ചാണ് മടങ്ങുന്നത്. ഇന്നലെ ഈസ്റ്റർ ദിന പ്രാർത്ഥനയിലും ഗാസയിലെ പാവങ്ങളെ പ്രാർത്ഥനാപൂർവം ഓർക്കുകയും അവരോടുള്ള ഐക്യദാർഢ്യം പുതുക്കുകയും ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാൻ ലോകരാജ്യങ്ങളോട് നിരന്തരം അഭ്യർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്ന വംശഹത്യകളെ മുഖം നോക്കാതെ അപലപിച്ചു പോന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെ എന്നും പാപ്പ നിലകൊണ്ടു എന്ന് ലോകം എന്നും ഓർക്കും. ആഗോള കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു. ലോകസമാധാനത്തിനും സമൂഹ നന്മയ്ക്കും സർവോപരി പാവങ്ങൾക്കും വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടേതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് അനുസ്മരിച്ചു. മാർപ്പാപ്പയുടെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം നേതൃത്വ യോഗങ്ങളും 3 ദിവസത്തെ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചതായും അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തുന്നു. ലോക സമാധാനത്തിനും സമൂഹ നന്മയ്ക്കും സർവോപരി പാവങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹാവ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. നാഷണൽ ഹൈവേയിലെ ഗതാഗത കുരുക്ക് താക്കീതുമായി ജില്ലാ കളക്ടർ. മണ്ണുത്തി ഇടപ്പള്ളി നാഷണൽ ഹൈവേ 544 അടിപ്പാത മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ വളരെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗതാഗത തടസ്സം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഏപ്രിൽ 16 ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതിന്റെയും സാവകാശം അനുവദിക്കണമെന്നുള്ള ആവശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് മരവിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, RTO എന്നിവയുമായി ചർച്ച നടത്തുന്നതിന് 22 റൂറൽ SP യോഗം വിളിച്ചിട്ടുണ്ട്. ട്രാഫിക് വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ ടോൾ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ഹയർ സെക്കൻഡറി ഓൺലൈൻ ട്രാൻസ്ഫർ നൽകിയ വിവരങ്ങൾ ഏപ്രിൽ 21 വരെ തിരുത്താം. സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ 2025-26 വർഷത്തേക്കുള്ള ഓൺലൈൻ ജനറൽ ട്രാൻസ്ഫറിന് മുന്നോടിയായി അധ്യാപകർക്ക് അവരുടെ പ്രൊഫൈൽ വിവരങ്ങൾ നൽകുവാനും നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് തിരുത്തുവാനും ഏപ്രിൽ 21 ഉച്ചയ്ക്ക് 2 മണി വരെ അവസരമുണ്ടായിരിക്കും. ഏപ്രിൽ 21-നകം പ്രിൻസിപ്പൽമാർ ഈ വിവരങ്ങൾ പരിശോധിച്ച് സ്കൂളുകളിൽ നിന്നുള്ള കൃത്യമായ ഒഴിവ് റിപ്പോർട്ട് ചെയ്യണം. സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും പ്രൊഫൈൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുവെന്നും വെരിഫൈ ചെയ്തുവെന്നും പ്രിൻസിപ്പൽമാർ ഉറപ്പാക്കണം. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം കൃത്യമായ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം പ്രിൻസിപ്പൽമാർക്കായതിനാൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ട്രാൻസ്ഫർ പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റാഫ് ഫിക്സേഷന് ശേഷം കൃത്യമായി സ്കൂൾ കണ്ടെത്തുവാൻ പറ്റാത്ത അധ്യാപകർ, പ്രിൻസിപ്പൽ ട്രാൻസ്ഫർ വഴി അധികമായി നിൽക്കുന്ന അധ്യാപകർ തുടങ്ങിയവരുൾപ്പെടെ ട്രാൻസ്ഫർ പോർട്ടലിൽ ഉൾപ്പെടുത്തുവാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങളും പോർട്ടലിൽ പുതുതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട സർക്കുലറുകൾ, വീഡിയോ ട്യൂട്ടോറിയലുകൾ, സ്ഥിരമായി ഉന്നയിക്കുന്ന സംശയങ്ങളും മറുപടികളും തുടങ്ങിയവ പോർട്ടലിൽ ലഭ്യമാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പഞ്ചായത്ത് തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നതായി പരാതി. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും ചേർന്ന് തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നതായി ആരോപണം. തിക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ, പഞ്ചായത്ത് മെമ്പർ ബീന കുര്യൻ, മുൻ മെമ്പർ രാജൻ കൊല്ലാറ എന്നിവർക്കെതിരെയാണ് വടക്കേടുത്ത ചെറിയിൽ വീട്ടിൽ ജോസഫും കുടുംബവും രംഗത്ത് വന്നിരിക്കുന്നത്. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രമായതിന്റെ പിന്നാലെ സ്ഥലം കൈക്കലാക്കുവാൻ വേണ്ടി തന്റെ പേരിലുള്ള സ്ഥലം പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ എഴുതി ചേർക്കുകയായിരുന്നുവെന്നും ഇത് ക്രിമിനൽ കുറ്റമാണെന്നും ജോസഫ് ആരോപിച്ചു. സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനായി 1977 മുൻപ് കൈവശ സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടുള്ള തനിക്ക് 1993 വനഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെ എല്ലാ നിയമ നടപടികളും പൂർത്തിയായതായും പട്ടയം ലഭിക്കാനിരിക്കെയാണ് പഞ്ചായത്ത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ വനഭൂമിയിൽ പഞ്ചായത്തിന് ഒരു അധികാരവും ഇല്ലെന്നിരിക്കെ നിലവിലെ ഭൂമി തിരിമറി നടത്തുവാനാണ് സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. കോവിഡ് കാലത്ത് ഈ സ്ഥലത്ത് കുട്ടികളെ കൊണ്ട് പന്ത് കളിക്കുവാൻ നിർബന്ധിച്ച് സ്ഥലത്തെ കളിയിടമാക്കി മാറ്റുവാനും CPMന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നതായും സ്ഥലത്തേക്കുള്ള വഴി അടച്ചുകെട്ടുകയും ജോസഫിന്റെ പേരിലുള്ള സ്ഥലത്തെ കൃഷികൾ വെട്ടിനശിപ്പിച്ചതായും കുടുംബത്തെ ആക്രമിച്ചതായും പരാതിയുണ്ട്. സംഭവത്തിൽ പോലീസ് ഇട്ട FIR പോലും പാർട്ടി സ്വാധീനത്താൽ ഇല്ലാതാക്കി സ്ഥലം കൈക്കലാക്കുവാനാണ് ശ്രമം നടത്തുന്നതെന്നാണ് ആരോപണം. നേരത്തെ പഞ്ചായത്ത് അനധികൃതമായി നിർമ്മിച്ച ടേക്ക് ബ്രേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നതായും പഞ്ചായത്ത് നിർമ്മിച്ച ചെക്ക് ഡാമും അന്വേഷണത്തിലാണ് എന്നും കുടുംബവും പറഞ്ഞു. അഴിമതികൾ തുടരുന്ന പഞ്ചായത്തിനെതിരെ കളക്ടറോ ബന്ധപ്പെട്ട അധികാരികളോ കൃത്യമായി അന്വേഷണം നടത്തി നീതി ലഭ്യമാക്കണമെന്നും ജോസഫും ഭാര്യ മോളി ജോസഫ്, മകൻ ജോബി ജോസഫ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. പത്രസമ്മേളനം നടത്തിയതിനു പിന്നാലെ പഞ്ചായത്ത് ടേക്ക് ബ്രേക്ക് തുറന്ന് സാധനങ്ങൾ നീക്കം ചെയ്തതായും പരാതിക്കാരനായ ജോബി ദീപികയോട് പറഞ്ഞു. ഔസേപ്പച്ചന് സംഗീതരത്ന പുരസ്കാരം. കൊടുങ്ങല്ലൂർ സോപാനം സംഗീത വിദ്യാലയത്തിന്റെ 16ാമത് സംഗീതരത്ന പുരസ്കാരം സംഗീത സംവിധായകൻ ഔസേപ്പച്ചനെ 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്ത് പ്രൊഫസർ ഡോക്ടർ കേശവൻ നമ്പൂതിരി, പ്രൊഫസർ ധർമ്മതീർത്ഥൻ, കണ്ണൂർ രാജേഷ് എന്നിവരടങ്ങുന്ന പാനലാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. മെയ് 11 വൈകിട്ട് 5 കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടക്കുന്ന ചടങ്ങിൽ ADGP S. ശ്രീജിത്ത് പുരസ്കാരം സമ്മാനിക്കും.
പത്രസമ്മേളനത്തിൽ സോപാനം ഉണ്ണികൃഷ്ണൻ, പ്രൊഫസർ ഡോക്ടർ കേശവൻ നമ്പൂതിരി, വി എ അഷ്റഫ്, ബക്കർ മേത്തല, സുനിൽ പഴപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ സീനിയർ CLC മാർച്ച് 16 സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള സൗജന്യ തിമിര ശസ്ത്രക്രിയകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അങ്കമാലി LF ആശുപത്രിയിൽ നടന്നുവരികയാണ്. ക്യാമ്പിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്ത രോഗികളുടെ ആദ്യ ബാച്ച് ഏപ്രിൽ 21 അങ്കമാലി LF ആശുപത്രിയിലേക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാനിന്റെ അനുഗ്രഹ ആശീർവാദത്തോടെ ലൂർദ് പള്ളി അങ്കണത്തിൽ നിന്നും പുറപ്പെടുന്നു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. കാർ സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്ന് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേർ റിമാൻഡിൽ. പൂച്ചിനിപ്പാടത്ത് വെച്ച് സ്കൂട്ടറിൽ കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കൈകൊണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചുമുള്ള ആക്രമിച്ച കേസിൽ 2 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏപ്രിൽ 13 രാത്രി 8:50 പൂച്ചിനിപ്പാടത്ത് വെച്ച് ചാഴൂർ വളപ്പറമ്പിൽ വീട്ടിൽ മുബാറക് അലി എന്നയാളുടെ കാർ വല്ലച്ചിറ വലിയ വീട്ടിൽ ബാബുട്ടൻ എന്ന് വിളിക്കുന്ന ബാബു, വല്ലച്ചിറ കല്ലട വീട്ടിൽ മിഥുൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ തട്ടിയതിലുള്ള വിരോധത്താൽ ബാബു മുബാറക് അലിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കൈകൊണ്ട് പലതവണ മുഖത്തടിക്കുകയും മുബാറക് അലി ബാബുവിനെ തള്ളി മാറ്റിയ സമയം സംഭവസ്ഥലത്തുണ്ടായിരുന്ന ബാബുവിനെ സുഹൃത്തായ മിഥുൻ ഹെൽമറ്റ് കൊണ്ട് മുബാറക് അലിയുടെ മുഖത്തും തലയിലുമായി അടിച്ച് ഇടത് കവിളിൽ കൊണ്ട് കണ്ണിന് താഴെ കവിളിലെ എല്ലിനും മൂക്കിന് ഇടതുവശത്തെ എല്ലിനും പൊട്ടൽ സംഭവിക്കുന്നതിന് ഇടയാകുന്നതിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ച കാര്യത്തിനാണ് പ്രതികളായ ബാബുവിനെയും മിഥുനെയും ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാബുട്ടൻ എന്ന് വിളിക്കുന്ന ബാബു ചേർപ്പ് പോലീസ് സ്റ്റേഷൻ റൌഡിയാണ്. ബാബുവിനെ ചേർപ്പ്, മണ്ണുത്തി, തൃശൂർ ഈസ്റ്റ്, തൃശൂർ വെസ്റ്റ്, ഇരിഞ്ഞാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമ കേസും അടിപിടി കേസുകളുമായി 22ഓളം ക്രിമിനൽ കേസുകളുണ്ട്. കയ്പമംഗലത്ത് യൂസ്ഡ് ബൈക്ക് ഷോറൂം നടത്തുന്നയാളുടെ മകന്റെ കഴുത്തിലെ സ്വർണമാല മോഷ്ടിച്ച ജീവനക്കാരൻ അറസ്റ്റിൽ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അറവുശാലയിലെ യൂസ്ഡ് ബൈക്ക് ഷോറൂം നടത്തുന്ന കയ്പമംഗലം വില്ലേജിൽ അറവുശാല ദേശത്ത് വടക്കേ തലയ്ക്കൽ വീട്ടിൽ ഷാൻ എന്നയാളുടെ മകന്റെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണമാല മോഷ്ടിച്ച കേസിൽ ജീവനക്കാരനായ യുവാവിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുമ്പിലാവ് വില്ലേജിൽ കോട്ടം ദേശത്തെ കോലിയാൻ വീട്ടിൽ വിപിൻ എന്നയാളെയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 19 രാവിലെ 11:30 ഷാനിന്റെ മകന്റെ കഴുത്തിൽ കിടന്ന ഏകദേശം 1 പവനിലധികം തൂക്കം വരുന്ന 85,000 രൂപ വിലയുള്ള സ്വർണമാല മോഷണം പോയത്. ഷാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചതിൽ സ്ഥാപനത്തിലെ ജീവനക്കാരനായ വിപിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയും വിപിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ വിപിൻ ഗൂഗിളിൽ ഇന്നത്തെ സ്വർണ്ണവില സെർച്ച് ചെയ്തിട്ടുള്ളതായി കാണുകയും തുടർന്ന് ചോദ്യം ചെയ്തതിൽ വിപിൻ മാല എടുത്തതായി സമ്മതിക്കുകയും മോഷ്ടിച്ച സ്വർണ്ണമാല വിപിന്റെ ഹെൽമെറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. അന്വേഷണ സംഘത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ ബിജു KR, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, വിൻസെന്റ്, ഹരിഹരൻ, ASI അൻവറുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽ കുമാർ, ഗിരീഷ്, സൂരജ്, ആനന്ദുമോൻ, ചേർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർ സജി പാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഹൻലാൽ, ധനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ, സുനിൽ, ശരത് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. അനുപമവും അനശ്വരവുമായ നിലപാടുകളിലൂടെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന നല്ല ഇടയൻ.
മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ അനുശോചിച്ചു. KPCC 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. നാഷണൽ ഹൈവേ 544 ഗതാഗത കുരുക്കഴിക്കുവാൻ 22-ന് കളക്ടർ റൂറൽ എക്സിക്യൂട്ടീവ് യോഗം വിളിക്കുന്നു. ചെപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തട്ടിയെടുക്കുവാൻ തെക്കുംകര പഞ്ചായത്ത് ശ്രമിക്കുന്നതായി ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.